സമാധാനത്തിന്റെ വാതിലാണ്, ഇത് സംസ്കാരത്തിന്റെ വാതിലാണ്, ഇത് പാണ്ഡിത്യത്തിന്റെ വാതിലാണ്, ഇത് രാജ്യസ്നേഹത്തിന്റെ വാതിലാണ്, ഈ രാജ്യത്ത് ജീവിക്കുന്നതിന്റെ അഭിമാനമുള്ള വാതിലാണ്. നാം ബഹുമാനപ്പെട്ട ഉസ്താദ് ജോർദാനിൽ വെച്ചാണെന്ന് തോന്നുന്നു പറഞ്ഞു, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇവിടെ നിസ്കരിക്കാൻ പോകാനോ അതിനെ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇവിടെ നിസ്കരിക്കാൻ പോകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഉസ്താദിനെ ആദ്യമായി പരിചയപ്പെടുന്നത് തന്നെ ഒരു ഷെയ്ഖിന്റെ മജ്ലിസ് പുറത്ത് കാത്തിരിക്കുകയാണ് മണിക്കൂർ കണക്കിന് അദ്ദേഹത്തെ കാണാനും വേണ്ടി. ഞാൻ എപ്പോഴും അത് പല സ്ഥലങ്ങളിലും എടുത്തു പറയാറുണ്ട്. എന്തിനാണ് ഈ കാത്തിരിക്കുന്നത്? ഇത്രയും മഹത്തായ സ്ഥാപനങ്ങൾ ഇവിടെ കെട്ടിപ്പൊക്കാൻ നിങ്ങളെപ്പോലെയുള്ള മുതഅല്ലിമീങ്ങൾക്ക് ഇവിടെ സുഖകരമായി വരുവാനും പഠിക്കാനും അറിവ് നേടുവാനും അതിൽ നിന്ന് ആ അറിവിൽ നിന്ന് നിങ്ങൾക്ക് ജീവിതമാർഗം കണ്ടെത്തുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മണിക്കൂർ കണക്കിന് കാത്തിരുന്ന് അവരോട് മർക്കസിനെ പറ്റി പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും റെക്കമെൻഡേഷൻ പലരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ അതെടുത്ത് അവരെ സന്തോഷിപ്പിച്ച് കെട്ടിപ്പിടിച്ച് വയർന്ന് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവന്ന് ഇത്രയും മഹത്തായ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചത് എന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണ്. ആ സത്യം ഞാൻ എവിടെയും തുറന്നു പറയാറും ഭരണാധികാരികളോടും ഞാൻ പറയാറുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു സമാധാനത്തിന്റെ ഗേറ്റാണ്, രാജ്യസ്നേഹത്തിന്റെ ഗേറ്റാവണമെന്ന് പറഞ്ഞത് നമ്മ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഉസ്താദ് എപ്പോഴും ജോർദാനിൽ പോയിട്ടും പറഞ്ഞത് അതാണ്. നമ്മുടെ രാജ്യത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം അവിടെയും സംസാരിച്ചത്. നമ്മുടെ രാജ്യത്തിൽ ജീവിക്കുന്നു എന്നുള്ളതിൽ നാം അഭിമാനികളാകണം. ഈ രാജ്യത്തിന്റെ ഉയർച്ചയിൽ നാം ഭാഗവാക്കാകണം. ഭരണഘടനയുടെ കുടക്കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെപ്പോഴും നമ്മൾക്ക് എല്ലാവർക്കും ഓർമ്മ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തിനും ഇനിയും സമാധാനവും ബർക്കത്തും ഞാമത്തും ഖൈറും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. കാരണം എവിടെ ചെന്നാൽ ആ റെസ്പെക്ട്. നീ എവിടെ നിന്നാണ്? ഞാൻ ഇന്ത്യയാണ്, ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിലെവിടെ? കേരള. ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരുടെ അടുത്ത് പോകുമ്പോൾ പറയുമ്പോൾ ചോദിക്കും, എന്റെ ആരബ് ഷെയ്ഖ് അബൂബക്കർ. ഞാൻ പറഞ്ഞ അത് മുഹിബ്ബുമല്ല, അതാണ് പണ്ഡിതന്മാർ. ലോകത്തിലെമ്പാടും അദ്ദേഹം പോയി സംസാരിക്കാറുണ്ട്. ജോർദാനിൽ പോവാറുണ്ട്, ഈജിപ്തിൽ പോവാറുണ്ട്, മൊറാക്കോയിൽ പോകാറുണ്ട്, അവിടുത്തെ ഭരണാധികാരികളുമായി സംസാരിക്കാറുണ്ട്, UAE അല്ലെങ്കിൽ ഗൾഫിൽ അദ്ദേഹം പോകാറുണ്ട്. അതാണ് ഇന്നിവിടെ നടത്തിയ പ്രാർത്ഥന. ബഹുമാനപ്പെട്ട ഭരണാധികാരിയും വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അവരുടെ സഹോദരി മരണപ്പെട്ടപ്പോൾ അതാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. കാരണം ആ രാജ്യത്തിനോട് നാം നന്ദി വേണം, അതിന്റെ ഭരണാധികാരികളോട് നന്ദി വേണം. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ആളുകൾ ഉപജീവന മാർഗമാണ് മർക്കസ് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും. അപ്പൊ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ ഗേറ്റ് വേറൊരു സ്ഥലമാണ്, ഈ സ്ഥലത്തിന് എന്ത് വെച്ചപ്പോ പറഞ്ഞു ആ സ്ഥലം സ്കൂളുണ്ടായിരുന്നു, പൊളിച്ചു. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് പൊളിച്ചതിന് ഞാൻ തന്നെയാണ് അതിന്റെ ഉത്തരവാദി. കാരണം ഗേറ്റ് ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഇൻഷാ അല്ലാഹ് ഉണ്ടാക്കി തരും. ആയതുകൊണ്ട് അല്ലാഹു സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മളെല്ലാവരും എൻ്റെ മാതാപിതാക്കളടക്കം മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ആഖിറം അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചമാക്കി കൊടുക്കട്ടെ. ലോകത്ത് മരണപ്പെട്ടു പോയ എല്ലാ മുസ്ലിമീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും എല്ലാവരുടെയും തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് കൊടുത്ത് അവർക്ക് വിചാരണ കൂടാതെ സ്വർഗം കൊടുക്കട്ടെ. ആമീൻ. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനും എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും ഔദാര്യങ്ങൾക്കും എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചതിനും എൻ്റെ നിർഘമായ കൃതജ്ഞതയും ചാരിതാർത്ഥ്യവും രേഖപ്പെടുത്തിക്കൊണ്ട് സർവശക്തനായ ലോകസൃഷ്ടാവായ പരമകാരുണ്യകനായ നമ്മളെ എല്ലാവരെയും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ലോകസൃഷ്ടാവായ പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഈ അറിവിന്റെ കവാടത്തിലേക്ക് കടക്കാനുള്ള ഈ കവാടം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ നാട്ടിൽ നിന്ന് ഉമ്മർ ഹാജിയുണ്ട്. അദ്ദേഹവുമായിട്ട് ഉസ്താദ് ഒരു ഫോട്ടോ ഒരുമിച്ച് ഇവിടെ നിന്നെടുക്കണം. ഇന്നലെ മിനിയാന്ന് ഞാൻ ജുമാക്ക് വന്നപ്പോൾ അദ്ദേഹത്തോട് പ്രോമിസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആയതുകൊണ്ട് നേരത്തെ അവിടെ വന്ന് കെട്ടിപ്പിടിച്ചത് ഒരു മാസത്തോളം എൻ്റെ വീട്ടിൽ വരികയും
ഞാൻ പുറത്ത് പോകുമ്പോൾ തന്നാലും അവിടെ ജമാഅത്തായി മഗ്‌രിബും ഇശയും തറാവീഹും ഖിയാമുല്ലൈലും ഒക്കെ ഒരുമിച്ച് നിസ്കരിക്കുന്ന ഒരു മുതഅല്ലിമാണ്. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടും. എൻ്റെ ഭാര്യ പ്രത്യേകം പറഞ്ഞു, ഇവിടെ ഞാൻ മർക്കസിലെ പോകണമെന്ന് വെച്ചപ്പോൾ നമ്മുടെ മുസ്ലിയാരെ കാണൂല അവിടെ ഓതിയായിരുന്നു. ആ മുസ്ലിയാരുടെ ഓത്ത് എൻ്റെ കുടുംബത്തിനും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഞാൻ കാണും. ആ മുതഅല്ലിമാണ് ഇവിടെ വന്നത്. ഉസ്താദ് പറഞ്ഞു വെച്ചെന്ന ആൾ തന്നെയാണ്. ആ കണ്ട് ഞാൻ കെട്ടിപ്പിടിച്ചത്. ആ അദ്ദേഹത്തിനും കുടുംബത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഉസ്താദിന് ഇനിയും നമ്മുടെ സമൂഹത്തെയും സമുദായത്തെയും ഈ മർക്കസിനെയും ഒരുപാട് നാളുകൾ നയിക്കാനുള്ള ശക്തിയും ആരോഗ്യവും ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ്സും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഇസ്ലാമിൽ كن بهذا العصر من أعلامه ودع الأحلام يا فارسنا كن بهذا العصر من أعلامه كن بهذا العصر من أعلامه كن سعيدا كن فريدا عش بفخر في الحياة لا تبالي فالمعالي بالتحدي لا سواه كن سعيدا كن فريدا عش بفخر في الحياة لا تبالي فالمعالي للتحدي لا سواه للتحدي لا سواه إنما المشتاق للمجد التليد لن تراه مستكينا كالعبيد إنما المشتاق للمجد التليد لن تراه مستكينا كالعبيد إنه ليث البرايا ثابت